ഹായ് ഫ്രണ്ട്സ്, ജോമോൻസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു ഫ്രൈഡ് ചിക്കൻ കബാബാണ്. അന്നേരം നമ്മളൊരു 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതായത് അതിൻ്റെ മസാലക്കൂട്ടുകളൊക്കെ ചേർത്ത് സ്പെഷ്യലായിട്ടൊരു നമ്മൾ കബാബ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. 1 കിലോ ചിക്കൻ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി നമ്മളൊരു ടിഷ്യൂ പേപ്പറിലൊക്കെ ഇട്ട് നിരത്തി വെച്ചതാണ്. ഈർപ്പൊന്നുമില്ല, അത് വെള്ളമെല്ലാം വലിയാൻ വേണ്ടി. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ അരച്ചതാണ് ജിഞ്ചറും ഗാർലിക്കും എല്ലാം. പിന്നെ പുതിനയില എടുത്തിട്ടുണ്ട് കുറച്ച്, അതേപോലെ തന്നെ കറിവേപ്പിലയും കുറച്ചെടുത്തിട്ടുണ്ട്, മല്ലിയില കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് കൂടുതൽ എടുത്തിട്ടില്ല, ഒരു പച്ച ചുവ വരാതിരിക്കാൻ വേണ്ടി അത്രയും മതി. ഇതെല്ലാം കൂടെ നമുക്കിനി ഒന്ന് അരച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തതാണ്. ഇനി നമുക്കൊരു ബൗളിലെടുത്ത് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കും. ഒരു 3 ടേബിൾ സ്പൂണ് മൈദ ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. നമ്മൾ 1 ടേബിൾ സ്പൂണോളം ചിക്കൻ ബിരിയാണി മസാലയാണ് ഇത് ചേർക്കുന്നത്. പാകത്തിന് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. ചിക്കനും എല്ലാം ആവശ്യമായിട്ടുള്ള, ഈ മസാലയിലാണ് ഉപ്പെല്ലാം ഇരിക്കുന്നത്. ചിക്കനോട് ആവശ്യമായ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് നമ്മൾ അരച്ച് വെച്ചത്, ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി പുതിനയില എല്ലാം അരച്ച് വെച്ചത് നമ്മളതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറു കഷ്ണം നാരങ്ങയുടെ നമ്മൾ ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു മുട്ടയോടെ പൊട്ടിച്ച് അതിലേക്ക് ഒഴിക്കാം. പിന്നെ ഇത് ശകലം കളർ, നമ്മൾ റെഡ് കളർ ചേർക്കുന്നുണ്ട് ചിക്കനൊക്കെ ഒരു നിറം വരാൻ വേണ്ടി. ഇത് ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിക്കുക. നമ്മളൊരു ശകലം കളർ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും. ഇനി ചിക്കനെ എല്ലാം അങ്ങോട്ട് തട്ടിക്കൊടുക്കുക, എന്നിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ചിക്കനെ എല്ലാം നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ മൂടി നല്ല എയർ ടൈറ്റ് ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജ് വെച്ചേക്കാണ്. ഒരു 10 മണിക്കൂർ 12 മണിക്കൂർ വെച്ചേക്കണം. അന്നേരം എല്ലാം നല്ലതുപോലെ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. അങ്ങനെ വെച്ചിട്ട് നമ്മളിപ്പോൾ എടുക്കുകയാണ്. 12 മണിക്കൂർ വെച്ചതാണ്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്, ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഓയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ചിക്കനെല്ലാം ഇനി പറക്കിയിട്ട് കൊടുക്കാം. ഇവനെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം.
നമ്മളിപ്പോൾ 2 ട്രിപ്പായിട്ടെല്ലാം വറുത്ത് കോരുകയാണ്. ഒറ്റ ട്രിപ്പിൽ കൊള്ളത്തില്ല, അതുകൊണ്ട് 2 ട്രിപ്പായിട്ടെല്ലാം വറുത്തെടുക്കുകയാണ്. അടുത്ത ട്രിപ്പും ആയിട്ടുണ്ട്. ഇനി കോരിയെടുക്കാൻ പോവുകയാണ്. ഇനി ഒരു 4-5 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയിലൂടെ നമ്മൾ ആ എണ്ണയെ തന്നെ താളിച്ച് ഇതിലേക്ക് ഇടാൻ പോവുകയാണ്, ചിക്കനിലേക്ക്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക, ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്തേക്കും. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ടും കാണും വരേക്കും സ്റ്റേ സേഫ്. ഓക്കെ, ബൈ.